ഏഴാം സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ യൂണിറ്റ് ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, സെക്കൻഡ് പാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ആദ്യ യൂണിറ്റായ യൂറോപ്യൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന യൂണിറ്റിൽ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ കാര്യം നമ്മൾ പഠിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമ്മൾ ആദ്യ യൂണിറ്റിൽ പഠിച്ചു. ദി കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ് in 1453. This came in the way of the trade between Asia and Europe. The situations necessitated the European traders to find out a sea route to India. With the discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade. ഇതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ പോർട്ടുഗീസുകാർ ഇന്ത്യയിലെത്തി, അതോടൊപ്പം തന്നെ അവരെ തുടർന്ന് ഡച്ചുകാർ ഇന്ത്യയിലെത്തി, അടുത്തതായിട്ട് ഇംഗ്ലീഷുകാരാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്, ദി അഡ്വെൻറ്റ് ഓഫ് ദി ഇംഗ്ലീഷ്. ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1604. ട്രേഡ് വിത്ത് ദി കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. Surat in Gujarat was the first trade centers of the company in India. They also established trading centers at Bombay, Mumbai, Calcutta, Kolkata and Madras, Chennai. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷുകാരുടെ വരവാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. മദ്രാസ് ഇപ്പോൾ ചെന്നൈ, കൽക്കത്ത ഇപ്പോൾ കൊൽക്കത്ത, ബോംബെ ഇപ്പോഴുള്ള മുംബൈ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. നെക്സ്റ്റ്, ദി ഫ്രഞ്ച് ട്രേഡ് റിലേഷൻസ്. The French East India Company was established in 1664 and the French reached India for the purpose of trade. Pondicherry, Puducherry, Mahi and Karaikal were the chief trade centers of the French. Pondicherry was their headquarters. അടുത്തതായിട്ട് ഇന്ത്യയിൽ വ്യാപാര ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തുകയും 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു. പോണ്ടിച്ചേരി ഇപ്പോഴുള്ള പുതുച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. അടുത്തതായി നോക്കിയേ, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദി മാപ്പ് ഗിവൺ എബവ്. ക്യാൻ യു ഐഡൻറ്റിഫൈ any common features of these trade centers? In which states do these centers presently situated? അടുത്തതായിട്ട് ഇവിടെ ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിരിക്കുകയാണ്. ഈ ഭൂപടത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ നോക്കിയേ. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം രൂപരേഖ നിരീക്ഷിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങൾ, ഈ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് എന്താണ് ഒരു പൊതുവായിട്ടുള്ളൊരു സവിശേഷത എല്ലാവരും നോക്കിയാൽ നമുക്ക് ഈ ഇന്ത്യയുടെ ഈ രൂപരേഖയുടെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് ഈ വാണിജ്യ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷത, കോമൺ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാൽ, the Europeans established their trade centers in the coastal area of India because it helped them very much for export and import. നമുക്ക് തന്നിരിക്കുന്ന രൂപരേഖ പരിശോധിക്കുക. ഈ രൂപരേഖയിൽ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ്, അല്ലേ, സൂററ്റ്, ദിയു, ദാമൻ, ബോംബെ, ഗോവ, മാഹി, കൊച്ചിൻ, കൊല്ലം, മദ്രാസ്, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, കൽക്കട്ട. ഈ ട്രേഡ് സെൻറ്റേഴ്സ് എല്ലാം കോസ്റ്റൽ ഏരിയ, അതായത് കടൽ തീരത്തിന് സമീപമാണ് നിലനിൽക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയാം. കാരണമെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് എന്താണ്, സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ അല്ലെങ്കിൽ വ്യാപാരികൾ ഉപയോഗിച്ചിരുന്നത് ഈ കോസ്റ്റൽ ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ ട്രേഡ് സെൻറ്റേഴ്സ് എല്ലാം കടൽ തീരങ്ങളിൽ സ്ഥാപിതമായത്. അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദി മാപ്പ് ഗിവൺ എബവ്. ക്യാൻ യു ഐഡൻറ്റിഫൈ എനി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ട്രേഡ് സെൻറ്റേഴ്സ്? ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ഡു ദീസ് സെൻറ്റേഴ്സ് പ്രസൻ്റ്ലി സിറ്റുവേറ്റഡ്? അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഒരു രൂപരേഖ തന്നിട്ടുണ്ട്. ഈ രൂപരേഖ രൂപരേഖ അനുസരിച്ച് നമുക്ക് എന്തെല്ലാം തയ്യാറാക്കാം? പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ്. അതിനു മുമ്പ് നമുക്ക് ഈ ട്രേഡ് സെൻറ്റേഴ്സിനെ ഒരു പട്ടികയാക്കിയാലോ? പോർട്ടുഗീസ്, ഡച്ച്, ഫ്രഞ്ച്. പോർട്ടുഗീസുകാരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ദാമൻ, ദിയു, ഗോവ. ഡച്ചുകാരുടേത് കൊച്ചിൻ, കൊല്ലം. ഫ്രഞ്ചുകാര ട്രേഡ് സെൻറ്റേഴ്സ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഇംഗ്ലീഷുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സ് സൂററ്റ്, മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ, ബോംബെ അല്ലെങ്കിൽ മുംബൈ, കൽക്കട്ട അല്ലെങ്കിൽ കൊൽക്കട്ട. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിദേശീയർ, ആ വിദേശീയരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ്. ആയിട്ട് ഈ ട്രേഡ് സെൻറ്റേഴ്സ് ഇപ്പോൾ ഏതെല്ലാം സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ്. കൊച്ചിൻ, കൊല്ലം, മാഹി ഈ ട്രേഡ് സെൻറ്റേഴ്സ് കേരളയിലാണ്. അതുപോലെ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, ചെന്നൈ ഓർ മദ്രാസ് തമിഴ്നാട്ടിലാണ്. കൽക്കട്ട, കൊൽക്കട്ട വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ ബോംബെ ഓർ മുംബൈ മഹാരാഷ്ട്രയിൽ. അതുപോലെ സൂററ്റ് ഗുജറാത്തിലാണ്. ദാമൻ, ദിയു അത് കേന്ദ്രഭരണ പ്രദേശം യൂണിയൻ ടെറിട്ടറീസിലാണ്. അതുപോലെ ഗോവ സ്റ്റേറ്റിലാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഈ ലിസ്റ്റ്. അപ്പം എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഈ ഇന്ത്യയുടെ രൂപരേഖ വരയ്ക്കുക. രൂപരേഖ വരച്ചിട്ട് ഈ ട്രേഡ് സെൻറ്റേഴ്സ് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക? ഈ പട്ടിക തയ്യാറാക്കുക. പ്രധാനപ്പെട്ട, അതായത് പോർട്ടുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നിവരുടെ ട്രേഡ് സെൻറ്റേഴ്സ് അടയാളപ്പെടുത്തുക. ആ ട്രേഡ് സെൻറ്റേഴ്സ് ഇപ്പം ഏതെല്ലാം സ്റ്റേറ്റിലാണെന്ന് അടയാളപ്പെടുത്തുക. നെക്സ്റ്റ് പാരഗ്രാഫ്, ദി കോമ്പറ്റീഷൻ ഫോർ ദി മൊണോപ്പൊളി ഓഫ് ട്രേഡ്. അതായത് ഇന്ത്യയിൽ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ദി യൂറോപ്യൻ കൺട്രീസ് കോമ്പറ്റഡ് ഫോർ monopolizing trade with India. The Portuguese and the Dutch were defeated at the very beginning of these competitions. The French and the English became locked in intense rivalry, and the conflict between these forces lasted long. The series of conflicts between the French and the English in South India was known as Carnatic Wars. Ultimately, the French were defeated. അടുത്തതായി, യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും തുടർന്ന് ഇവിടെ കച്ചവട ആധിപത്യം നേരിടാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു. പോർട്ടുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടു, പിൻവാങ്ങി. പിന്നീട് വന്ന ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു ഇവിടെ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം. അവർ തമ്മിൽ നടത്തിയ മത്സരത്തെ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇന്ത്യയിലെ വാണിജ്യ കുത്തകയ്ക്ക് വേണ്ടി നടത്തിയ യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ യുദ്ധങ്ങളിൽ ആര് പരാജയപ്പെട്ടു? ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. നെക്സ്റ്റ് പേജ്, ദി കമ്പനി ഗെയിൻസ് പവർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്. ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. After gaining the monopoly of trade, the English East India Company focused on the acquisition of power in India. The company rule in India had its inception in Bengal. Agricultural prosperity and the convenient trade facilities prompted the company to capture power in Bengal. The British defeated Siraj-ud-Dawla, the Nawab of Bengal, in the Battle of Plassey in 1757. The entire Bengal came under the company rule with its success in the Battle of Buxar in 1764. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അതായത് ഇന്ത്യയിൽ വ്യാപാര കുത്തകയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ അവസാനം വിജയം ആർക്കായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്, അതായത് ബ്രിട്ടീഷുകാർക്കായിരുന്നു അവസാനം വിജയം നേടിയത്. അപ്പോൾ അവർക്ക് വാണിജ്യ കുത്തക അവർ നേടിയെടുത്തു. തുടർന്ന് അവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ അധികാരം നേടുക എന്നതായിരുന്നു.
ആദ്യമായിട്ട് അധികാരം നേടാൻ ബ്രിട്ടീഷുകാർ ടാർഗറ്റ് ചെയ്ത സ്ഥലം ബംഗാളായിരുന്നു. ബംഗാൾ എന്തുകൊണ്ടാണ് അവർ ടാർഗറ്റ് ചെയ്തത്? അതായത് ഇന്ത്യയിൽ കാർഷിക സമൃദ്ധിയും ഒപ്പം ധാരാളം കച്ചവട സൗകര്യങ്ങളും ധാരാളം കോസ്റ്റൽ ഏരിയയൊക്കെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് അവർ ബംഗാൾ അവരുടെ അധികാര സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബംഗാളിനെ അധികാരം നേടാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. 1757 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്രസിദ്ധമായ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ തുടർന്ന് 1764 നടന്ന ബക്സാർ യുദ്ധത്തിലും ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വെയർ ദി ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ? അതായത് ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? അത് ഈ പാരഗ്രാഫാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആ പാരഗ്രാഫ് ആൻസറായിട്ട് എഴുതുക. അടുത്തതായി ഇവിടെ ഒരു ചെറിയൊരു കോളം കൊടുത്തിട്ടുണ്ട്. നോക്കി. ദി വാർ ബിറ്റ്വീൻ ദി ഇംഗ്ലീഷ് ആൻഡ് ദി ഫ്രഞ്ച് ഹാപ്പൻ മെയിൻലി ഇൻ ദി കർണാട്ടിക് റീജിയൻ which includes the major regions of the present Tamil Nadu. So these battles were known as the Carnatic Wars. അവിടെ ഒരു ഹെഡ്ലൈൻ, ഒരു കർണാട്ടിക് വാർസ് ഹെഡ്ലൈൻ കൊടുത്തിട്ട് ഈ പാരഗ്രാഫിലുള്ള ഈ ഭാഗം എഴുതാം. എന്താണ്? ഇംഗ്ലീഷുകാരും അതായത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാനപ്പെട്ട വേദി, പ്രധാന സ്ഥലം ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഈ കർണാട്ടിക് പ്രദേശങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ ആയതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ പ്രധാനമായും കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് നോട്ടായിട്ട് അതും നമുക്ക് എഴുതാം. ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു തന്ത്രമായിരുന്നു അടുത്തത്, ദി പ്ലാസി ആൻഡ് ദി ബക്സാർ. The British could succeed the Battle of Plassey through the secret alliance in which Robert Clive, the commander-in-chief of the British Army, forged with Mir Jafar, the commander-in-chief of Siraj-ud-Dawla. However, the success in Bexar was slowly due to the superior British military power. They defeated the combined force of Shah Alam, the Mughal emperor, Shuja-ud-Dawla, the Nawab of Oudh, and Mir Qasim, the former Nawab of Bengal. അടുത്ത പല തന്ത്രങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ ബംഗാൾ കീഴടക്കാൻ സ്വീകരിച്ചത്. അതിലൊന്നായിരുന്നു പ്ലാസിയും ബക്സാറും. സിറാജുദ്ദൗള, അതായത് ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ. ഈ മിർ ജാഫറുമായി ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ ഒരു രഹസ്യ ധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. എന്നാൽ ബക്സാറിലേത് ഒരു സൈനിക വിജയമായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാം ആലം രണ്ടാമൻ, ഷൂജ-ഉദ്-ദൗള അതായത് ഔദിലെ നവാബ്, അതുപോലെ തന്നെ മുൻ ബംഗാൾ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം നേടിയ സ്ഥലം ബംഗാളായിരുന്നു. അപ്പം ബംഗാൾ അധികാരം നേടിയത് നമുക്കറിയാം അല്ലേ. അവിടെ അവിടുത്തെ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ പ്രേരിപ്പിച്ചത്. അപ്പം ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗള അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായിട്ടുള്ള ഒരു രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് വിജയം നേടിയത് അല്ലേ. അതുപോലെ തന്നെ ആയിരുന്നു ബക്സാറിലേത് ഒരു സമ്പൂർണ്ണ സൈനിക വിജയമായിരുന്നു. തന്നിരിക്കുന്ന ഭൂപടത്തിൽ നോക്കി. ബ്രിട്ടീഷ് ഇന്ത്യ ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് ബക്സാർ, അതായത് പ്ലാസി യുദ്ധത്തിന് ശേഷവും ബക്സാർ യുദ്ധത്തിന് ശേഷവും ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭൂപടം വരച്ചിട്ട് ഈ ഭാഗം
അടയാളപ്പെടുത്തുക. ഈ ഭാഗം നല്ല രീതിയിൽ അടയാളപ്പെടുത്തുക, ഭൂപടം വരയ്ക്കുക. അടുത്തതായി മൈസൂർ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുരാജ്യം. ഹൈദരലിയും ടിപ്പു സുൽത്താനും ഇവരുടെ നേതൃത്വത്തിലുള്ള പ്രബലമായ സൈന്യം, ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടം. ദി റീജിയൻ എക്സ്പാൻസ്. മൈസൂർ വാസ് അനദർ റീജിയൻ ദാറ്റ് was subjugated by the British. Mysore was a powerful kingdom in South India. It became the dominant power in the region during the reign of Hyder Ali and Tipu Sultan. Their domination extended even to the areas like Malabar. This interrupted the trade of the British in Malabar region. The friendly relations that Tipu Sultan maintained with the French also added fuel to the animosity of the British. This made them conquer Mysore. Tipu fought bravely with the British and died fighting in the Fourth Anglo-Mysore War. With the success of the British in Mysore wars, Malabar and Coorg came under the British region. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുരാജ്യം, പ്രബലമായ നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ ഒരു പ്രബല ശക്തിയായി മാറി. മൈസൂറിലെ ആധിപത്യം മലബാറിലേക്കും വ്യാപിച്ചിരുന്നു. മലബാറിലെ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് ഇത് തടസ്സമായി. ഫ്രഞ്ചുകാരുമായിട്ടുള്ള ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായി. നെക്സ്റ്റ്, ദി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ദി ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് 4 wars before establishing their suzerainty in Mysore. The British annexed Malabar as per the Srirangapatnam Treaty, signed between Tipu and the British after the Third Anglo-Mysore War. അടുത്തതായി മൈസൂറിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. ഇപ്പം 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം മൈസൂറിലെ സുൽത്താനായ ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് നൽകാൻ ടിപ്പു സുൽത്താൻ തയ്യാറായത്. അതാണ് ദി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അത് ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതോടൊപ്പം തന്നെ മൈസൂർ വാറിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് ഈ പാരഗ്രാഫും പ്രയോജനപ്പെടുത്താം. അപ്പം പേജിൽ ടിപ്പു സുൽത്താൻ്റെ പിക്ചറുണ്ട്. അതുപോലെ തന്നെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യ അറ്റ് ദി ബിഗിനിങ് ഓഫ് 19th century. അതായത് ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതെല്ലാം പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയത്, ആ ഒരു ഭൂപടം കൂടി കൂട്ടുകാർ തയ്യാറാക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. സബ്സീക്വൻ്റ്ലി ദി കമ്പനി കോൺക്വേർഡ് ദി മറാത്താസ് who were a threat to the cotton trade of the British. Soon after they conquered the princely states of Sindh, Punjab and Oudh. അടുത്തതായി ബ്രിട്ടീഷുകാരുടെ ടാർഗറ്റ് മറാത്ത പ്രദേശമായിരുന്നു. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിയാതെ തന്നെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി. ഇതുവരെ നമ്മൾ കണ്ടത് സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കുന്നതാണ്. ഇനി കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ ഭരണത്തിന് കീഴിലാക്കി. We have seen that the British conquered the powerful princely states using military force. Such states came under the British rule. Certain other princely states were affiliated through treaties and legislations. ഇനി അടുത്തതായിട്ട് മറ്റു ചില നാട്ടുരാജ്യങ്ങളെ പ്രധാനപ്പെട്ട ചില ഉടമ്പടികൾ വഴിയും അതുപോലെ തന്നെ നിയമനിർമ്മാണം വഴിയും അവർ എന്ത് ചെയ്തു? അവർ തങ്ങളുടെ വരുതിയിലാക്കി. The subsidiary alliance introduced by Lord Wellesley and the Doctor of Laws executed by the Lord Dalhousie had important roles in the acquisition of the princely states. പ്രധാനപ്പെട്ട 2 ഉടമ്പടികൾ അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ ഏതായിരുന്നു? വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ
സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ തന്നെ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമവും. ഈ രണ്ട് നിയമങ്ങൾ, ഈ നിയമനിർമ്മാണം വഴി കുറേ നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. ഇനി ഇവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യ 1857 1857 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു. അപ്പോൾ ഈ ഭൂപടം കൂട്ടുകാർ വരയ്ക്കുക. വരച്ചിട്ട് ഈ കളർ, അതായത് ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങളാണ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ കളർ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഭൂപടത്തിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നോക്കിയേ, 1857 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഏകദേശം ഭൂരിഭാഗം പ്രദേശങ്ങളിലും തങ്ങളുടെ അധീനതയിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് പിന്നീട് ബ്രിട്ടീഷുകാർ വരുതിയിലാക്കിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവച്ചു. അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ദി ബ്രിട്ടീഷ് അനക്സ്ഡ് സാമ്പൽപൂർ, സത്താര, ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ ത്രൂ ദി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ആൻഡ് ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ entered into the subsidiary alliance. Subsidiary alliance. What is subsidiary alliance? The rulers who signed the subsidiary alliance were assured protection by the company against invasion and internal revolts. However, the actual administrative power of the states were with the representative of the company. സൈനിക സഹായ വ്യവസ്ഥ. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന ഒരു രാജ്യം, ഒരു നാട്ടുരാജ്യത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാവിധ സുരക്ഷയും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനികളുടെ പ്രതിനിധികളായിരുന്നു. അതുപോലെ തന്നെ അടുത്തത്, ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ്ഡ് ദി പോളിസി ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ആസ് പെർ ദി പോളിസി, വെൻ ദി റൂളേഴ്സ് ഓഫ് എ പ്രിൻസിലി സ്റ്റേറ്റ് ഡൈഡ് വിത്തൗട്ട് എ മെയിൽ ഹെയർ, ദി ബ്രിട്ടീഷ് കുഡ് അനക്സ് ദി സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ദത്താവകാശ നിരോധന നിയമം. അതായത് ലോർഡ് ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ഒരു രാജ്യത്ത് പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണമായിരുന്നു. ഈ നിയമത്തിലും വ്യവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്തപരമായ തന്ത്രങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നത്. The British adopted different strategies to annex the princely states, discuss the statement and prepare a note. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമനിർമ്മാണങ്ങളായിരുന്നു സബ്സിഡിയറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. Almost all of India came under the British rule by 1857 and a unified administration was implemented in British India. 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലാകുകയും ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. ദി ബ്രിട്ടീഷ് ഇംപ്ലിമെൻറ്റഡ് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദി കോൺക്വേർഡ് ഏരിയാസ്. ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങൾ. ബ്രിട്ടീഷുകാർ അധികാരത്തിലേക്ക് എത്തുവാൻ രണ്ട് രീതിയാണ് അവർ അവലംബിച്ചത്. ഒന്ന് വാറും മറ്റൊന്ന് ലെജിസ്ലേഷനും, യുദ്ധങ്ങളും നിയമനിർമ്മാണങ്ങളും. ഈ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. മൈൽ സ്റ്റോൺ ടു പവർ, വാർ ആൻഡ് ലെജിസ്ലേഷൻ. ഫസ്റ്റ്, വാർ. ദി ബാറ്റിൽസ് ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ, ആംഗ്ലോ-മൈസൂർ വാർസ്, മറാത്ത വാർസ്. ദി ബാറ്റിൽസ് ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ വഴി കീഴടക്കിയ പ്രദേശം ബംഗാൾ. ആംഗ്ലോ-മൈസൂർ വാർസ് വഴി കീഴടക്കിയ പ്രദേശം മലബാർ ആൻഡ് കൂർഗ്. മറാത്ത വാർസ് വഴി കീഴടക്കിയ പ്രദേശം മറാത്ത. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് എത്തിയ യുദ്ധങ്ങൾ വഴി
പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. കീഴടക്കിയ പ്രദേശം ബംഗാൾ. മൈസൂർ യുദ്ധങ്ങൾ വഴി കീഴടക്കിയ പ്രദേശങ്ങൾ മലബാർ, കൂർഗ്. മറാത്ത യുദ്ധങ്ങൾ വഴി കീഴടക്കിയ പ്രദേശങ്ങൾ മറാത്ത പ്രദേശം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലെത്തിയ മറ്റൊരു വഴിയായിരുന്നു ലെജിസ്ലേഷൻ. സബ്സിഡിയറി അലയൻസ് ആൻഡ് ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. സബ്സിഡിയറി അലയൻസ് മൂലം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത രാജ്യങ്ങളായിരുന്നു ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ മുതലായവ. ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ് മുഖാന്തരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത സ്ഥലങ്ങളായിരുന്നു ഝാൻസി, സത്താറ, നാഗ്പൂർ. അപ്പം നിയമനിർമ്മാണം വഴി സൈനിക സഹായ വ്യവസ്ഥ, ദത്താവകാശ നിരോധന നിയമം. സൈനിക സഹായ വ്യവസ്ഥ മൂലം ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി. അതുപോലെ ദത്താവകാശ നിരോധന നിയമം മൂലം ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലാക്കി. ഇന്ത്യയിൽ കച്ചവടത്തിനായി രൂപീകരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറിയത് എങ്ങനെ എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓർഗനൈസ് എ സെമിനാർ ഓൺ ഹൗ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ് ഫോർ ട്രേഡ് ബിക്കെയിം ദി റൂളേഴ്സ് ഓഫ് ഇന്ത്യ. ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ്, ഒരു സെമിനാർ പേപ്പർ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി സമ്മറി ഭാഗത്തേക്ക് പോകാം. സമ്മറി നോക്കുക. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് സമ്മറിയിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നോക്കിയേ, ദി പോർട്ടുഗീസ്, ദി ഡച്ച്, ദി ഇംഗ്ലീഷ് ആൻഡ് ദി ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ട്രേഡ്. നമ്മളേവരും ആദ്യം കണ്ട പോലെ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഡച്ച്, അല്ലേ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. ദി കോണ്ടാക്ട് വിത്ത് ദീസ് കൺട്രീസ് ഇൻഫ്ലുവൻസ്ഡ് അവർ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ലൈഫ്. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലേ. ഇപ്പോഴും ഇറ്റ് വാസ് ഇംഗ്ലണ്ട് ദാറ്റ് സക്സീഡ് ഇൻ ദി കോമ്പറ്റീഷൻ ഫോർ ദി മൊണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ. കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഈ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. അതുപോലെ ദി ബ്രിട്ടീഷ് അനക്സ്ഡ് ദി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ത്രൂ വാർസ് ആൻഡ് ട്രീറ്റീസ് ആൻഡ് ബിക്കെയിം ദി റൂളേഴ്സ് ഓഫ് ഇന്ത്യ. യുദ്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ ഉടമ്പടികളിലൂടെയുമാണ് ഇന്ത്യയിലെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ വരുതിയിലാക്കിയത് എന്നും നമ്മൾ കണ്ടു. അതിനുശേഷം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറിയ കാഴ്ചയും നമ്മൾ കണ്ടു, അല്ലേ. ഇതിൽ 1-2 വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാന ആക്ടിവിറ്റി നമ്പർ 6 ആൻഡ് ആക്ടിവിറ്റി നമ്പർ 7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റി നമ്പർ 6 അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ്. ദി ബാറ്റിൽ ഓഫ് പ്ലാസി, ദി ബാറ്റിൽ ഓഫ് കൊളച്ചൽ, ദി അറൈവൽ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ, ദി അറൈവൽ ഓഫ് വാസ്കോ ഡ ഗാമ ഇൻ കാലിക്കറ്റ്, ദി അറൈവൽ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ. പ്ലാസി യുദ്ധം, അതുപോലെ തന്നെ കുളച്ചൽ യുദ്ധം, ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയത്, വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടെത്തിയത്, ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയത്. ഇപ്പം വർഷം അനുസരിച്ച് കാലഗണന അനുസരിച്ച് പൂർത്തിയാക്കുക. ഫസ്റ്റ് ദി അറൈവൽ ഓഫ് വാസ്കോ ഡ ഗാമ ഇൻ കാലിക്കറ്റ് 1498. സെക്കൻഡ് ദി അറൈവൽ ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ 1605. ആൻഡ് തേർഡ് ദി അറൈവൽ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ 1664. ആൻഡ് ഫോർത്ത് ദി ബാറ്റിൽ ഓഫ് കൊളച്ചൽ 1741. ദി ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ആൻഡ് നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 7 മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്ക് ഗോവ തന്നിരിക്കുന്നത് പോർട്ടുഗീസാണ്, പോണ്ടിച്ചേരി ഫ്രാൻസ്, ഫ്രഞ്ച്, സബ്സിഡിയറി അലയൻസ് ലോർഡ് വെല്ലസ്ലി, ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ലോർഡ് ഡൽഹൌസി. ഇനി തന്നിരിക്കുന്ന എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് എല്ലാം കൂട്ടുകാർ ചെയ്യുക. ചെയ്തതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. യൂണിറ്റ് നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ക്ലാസ് കേൾക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി.